കഴിഞ്ഞ പൂരത്തിന് ജോർജേട്ടൻ്റെ പണ്ടടിച്ച് പൊളിച്ചത് വേണേട്ടന് ഓർമ്മയില്ല. നാളെ ഈ സമയത്ത് അറബി നാട്ടിലെ ഏതെങ്കിലും ഒരു റൂമിലുണ്ടാവും ഞാൻ. ജനിച്ച പിന്നെ നമ്മുടെ ഈ നാടും വീടും ഈ ഡാമും വിട്ട് ഞാനെങ്ങും പോയിട്ടില്ല. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലടാ. വേണോടൊന്ന് പിടിച്ചേ, എന്നിട്ട് അടി. ഡിയർ പൂമല, ഐ ആം ഗോയിങ്. വേണു പോവാണ്. വേണോട്ടാ, പൂമല സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ നിങ്ങളടിച്ച ഗോളും പാടത്ത് ബ്രാലിനെ പിടിക്കുന്നതൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുക. ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അതൊന്നും മറന്നിട്ടില്ലല്ലേ? ആലോലം വരണ്ടേ, ഇതൊക്കെ ഒന്ന് മാറ്റിക്ക് വേണോടാ. എങ്ങനെയല്ലേ ഒഴിവാക്ക്, ഡീസൻ്റ് ആയിട്ടിരിക്കും. എന്താ വേണോ, മീൻ പിടിക്കിരിക്കാനാ? ഇല്ലടാ, വെറുതെ ഇരിക്കുക. ലോല, സാധനം വല്ലതും മേടിച്ചുണ്ടോടാ? നമ്മള് വെള്ളടി നിർത്തിയിട്ട് എത്ര കാലായി വേണു. ദയവായ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ വക വർത്താനൊന്നും പറയല്ലേ. നാറ്റക്കേസ് എപ്പോഴും ഈ ചിന്താഗതി മാത്രമേ ഉള്ളൂ. നന്നായിക്കൂടെ തെണ്ടി ചെങ്ങായിമാര്. ലോലം പോയി, നീ സാധനം എടുക്ക. ആ ഫ്ലോ അങ്ങ് പോയി. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്നുകൂടി പറ. നീ ഒരെണ്ണം ഒഴിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനെ പോലെ ജീവിക്കണം. സ്നേഹിച്ച പെണ്ണിനെ കെട്ടി കുട്ടികളായി നമ്മളിപ്പോഴും കൂറകൾ. വേണോട്ടാ, നമ്മളെന്തിനാ തെണ്ടി വിളിക്കേണ്ട ആവശ്യം? ഞാൻ കേട്ടില്ലല്ലോ. ചിലപ്പോൾ തമാശയ്ക്ക് വിളിച്ചതാവും. എവിടേക്കും വാണവട്ട പോലെ വേമോണം ആശുപത്രിയിൽ അമ്മാവൻ ചെയ്യേണ്ടടക്കണേ. ചേച്ചേ, ഒരു ഗോൾഡ്. എന്താടാ, കൂട്ടുകാരൻ ഗൾഫിൽ പോണ വിഷമത്തിലാണോ? കൂട്ടുകാരനാ? വേണേ, നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നല്ലേ. ഇന്ന് രാത്രി ഗൾഫിൽ പോവാ. വേണു ഗൾഫിൽ പോണ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അവനെ കണ്ടതാ. അറിഞ്ഞില്ലേ? ഇല്ലടാ, വെറുതെ ഇരിക്കുക. ലോല, സാധനം വല്ലതും മേടിച്ചുണ്ടോടാ? എപ്പോഴും ഈ ചിന്താഗതി മാത്രമേ ഉള്ളൂ. നന്നായിക്കൂടെ? എന്താടാ? അല്ല വാസോട്ടാ, അവൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടേ എനിക്കത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി വേണോട്ടാ? എന്നാലും ആ ലോലൻ എന്തിനാ എന്നെ തെണ്ടിന്ന് വിളിച്ച്? വന്നോണ്ടിരിക്കാണ്, ഇതാ വരണു. ആന്ന് ഞാൻ വഴിയിലാണ്. ഇത് ഞാൻ അങ്ങോട്ട് വന്നോണ്ട് അമ്മാവൻ്റെ ജീവിതം ഇങ്ങോട്ട് തിരിച്ചിട്ടു. തന്നെ പറഞ്ഞ ഞാൻ അത് വന്നോണ്ടിരിക്കുന്നു. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് കൊലത്തി ഇവിടുന്ന് വീട്ടിൽ പോകാം. മറിച്ച് നുണയാണെങ്കിൽ ഞാൻ പറയാം. ചോദിക്കേട്ടാ, നിന്റെ ലോലനാശം എവിടെയാടാ? ലോലനാശാനല്ല, ലോലനാശം കവലയിലുണ്ട്. അവന്റെ നാവ് അവന്റെ വായിലിട്ടേക്കാൻ പറഞ്ഞേക്ക്. അത് വെച്ച് നാട്ടുകാരൻ മെക്കെട്ടുകാരൻ വരണ്ട. അവൻ എന്റെ കയ്യിൽ കിട്ടിയ തലയടിച്ച് പൊളിക്കും ഞാൻ. പഞ്ചായത്ത് വേണോട്ടോ. നല്ല പടി ഉണ്ടാക്കാൻ പോവാണ്. നിനക്ക് ഞാനുണ്ട്. പോട്ടെ.
ലോലൻ പാവൻ ചെക്കനാ. പക്ഷേ കയ്യിലിരിപ്പ് മോശം. പോവാന്ന് പറഞ്ഞിട്ട് അല്ല വന്നു. എന്താടാ അമ്മാവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കുഴപ്പമില്ല. വിനോട്ടാ 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 ആ കണ്ണൻ ലോലിനോടെല്ലാം പറഞ്ഞു കൊടുക്കും. ചെന്ന് ഇടുക്കി വേഗം പോ. കടയിൽ മൊത്തം ആളുകളാണ്. നമുക്കിപ്പോൾ പോയിട്ട് പിന്നെ വരാം. നമ്മളിപ്പോൾ പോവാന്ന് വെച്ചാൽ ഒരു വിചാരിക്കും പേടിച്ചു പോയെന്ന്. വിനോട്ട് അടിക്കാനൊന്നും പോകണ്ട. ഒന്ന് ദേഷ്യത്തോടെ അവിടെ പോയിട്ട് വന്നിട്ട് സംസാരിക്കും. ഞാൻ വീണോട്ടൻ ലോലിനോട് ചൂടായി എന്ന് വരുത്തി തീർത്തോളാം. വീണോട്ടൻ പോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ വേണു, നീ ദുബായിലേക്ക് പോണത് എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നീ നന്നായി കണ്ടാൽ മതി. വാ, ഒരു കാര്യം പറയട്ടെ. പോകുന്ന ദിവസം നീ ഒരു കാര്യം വേണ്ടി തരാതിരിക്കുന്ന ചിലല്ലോ. ദേ ഇപ്പം ബീവറേജ് പോയി വാങ്ങിയതാ. ദാ പിടിക്ക്. അമ്മേ ഏ മോനെ എനിക്ക് വാസേട്ടനെ വിളിക്കണേ. എനിക്ക് മോനെ അയാളാ സുനിയെ വണ്ടി എടുത്തറാ. എന്തോ ഉണ്ട് അവിടെ ഉണ്ടായേ? അവൻ കാല് തെറ്റി വീണാടാ. എന്തൊക്കെ പുകിലഞ്ഞി ഉണ്ടാവാൻ പോണത്. നമ്മുടെ അടുത്ത് പറയില്ല അല്ലേ? വേണോട്ടൻ തലടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞപ്പോ ഇങ്ങനെ പൊട്ടിക്കുന്ന വിചാരിച്ചില്ല. വേണു ബ്രാൻഡി കുപ്പി കൊണ്ട് തലക്കടിക്കുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ നാവാണ് ഇതിനെല്ലാം കാരണം. ഛേ, വെറുതെ ലോലനെ വെല്ലുവിളിച്ചു. ഒന്നും നടന്നില്ല. പക്ഷെ പേടിക്കാനില്ല. ബിജുവേട്ടൻ ഹോസ്പിറ്റലുണ്ട്. ഞാൻ വിളിച്ചിരുന്നു. ലോലനിപ്പോൾ കണ്ണുറങ്ങും. അവനുണ്ടായതെല്ലാം പറയും. നാട്ടുകാർ മണ്ടന്മാർ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചു. ഹലോ. വേണു, ലോലം കണ്ണൂർന്നുട്ടാ. ഏ? പക്ഷേ അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു.